ബിഗ് ബോസ് സീസൺ 7 ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ്. അനുമോൾ ഫ്രൈ, മറ്റേ അക്ബർ വൈറ്റ് വാഷ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനെയാ പറയാനുള്ളത്, അക്ബർ വൈറ്റ് വാഷ്. നമുക്ക് എന്താ തോന്നിയ? അക്ബർ ബിഹാറിനാണ് തോന്നില്ല, പക്ഷെ എനിക്കത് അക്ബർ വൈറ്റ് വാഷ്. അക്ബർ മാസായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അക്ബർ പിആറുകൾക്കും അക്ബറിന് ഇഷ്ടപ്പെടുന്നവർക്കും അക്ബറിന് മാസാണ്. അങ്ങനെ ഫുൾ മാസം ഒന്നും പറയണ്ടൊന്നും കൗണ്ടർ അക്ബറിനാണ്. അക്ബർ ഫുൾ കൗണ്ടർ അടിച്ച് പറയാറിയാ തിരിച്ചു പറയാറിയാ. അതുകൊണ്ട് പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുമ്പോ നോക്കണ്ട, ഞാൻ പി ആർ ആയിരുന്നല്ലോ പറഞ്ഞ കാര്യമായിട്ട് ആരോടാ ഞാൻ ചോദിക്കണേ? ഈ അക്ബർ പി ആറിനെ ബാക്കിൽ അത് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ അതെല്ലാം പറഞ്ഞു, എനിക്ക് അക്ബർ ഇഷ്ടപ്പെടാൻ കാരണം അക്ബർ സംസാരിക്കുന്ന രീതി കൊണ്ടാണ്. തിരിച്ചു പറഞ്ഞ കൗണ്ടർ ഉണ്ട്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ തുടങ്ങുന്ന തന്നെ നമ്മളെ ഷാനുഖ് ഖാൻ. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്നാണ് ഇപ്പോ വീഡിയോ ഇടുന്നത്. ഷാനുഖ് ഖാൻ മഞ്ചേരിയിൽ ഞങ്ങൾ 2-3 സ്ഥലത്ത് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഷാനുഖാന്റെ പോസ്റ്റ് ഉണ്ട്. ഷാനുഖാന്റെ നാട്ടിലാണ് ഞങ്ങള്. അതെ, ലാലേട്ടൻ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ മോനി ഷാനവാസിനൊക്കെ എന്താണ് മറ്റേ നോമിനേഷനിൽ പേര് വന്ന പ്രശ്നം. അപ്പോ ആ ഷാനവാസിന്റെ ആ സാധനം ഏത് ഈ പറഞ്ഞ മെയിൻ ഷോവിനിസം എന്നുള്ള സംഗതി എടുത്തിട്ടിട്ട് ഒപ്പം നിന്ന് ഇവർ എന്നെ പറഞ്ഞപ്പോ ചതിച്ചപ്പോൾ ഇപ്പോഴും ഷാനവാസിന് ഇപ്പോഴും ഓടിയിട്ടില്ല കേട്ടോ. ഏത് അതിലാണ് പറഞ്ഞെന്നുള്ളത് ഇപ്പോഴും ഓടിയില്ല. അതെന്താ ബിഗ് ബോസിന്റെ ടീം കാണിക്കാൻ ശരിക്കും അതൊന്ന് പൊളിച്ചു കൊടുത്തിരുന്നെങ്കിൽ അടുത്ത ആഴ്ച ഒന്നും കൂടി തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും കാണിച്ചില്ല. കാണിക്കാൻ കുറെ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണിച്ചില്ല. അതില് നൈസായിട്ട് ലാലേട്ട അതിനിടയിൽ കൂടി ചോദിച്ച സമയത്ത് അത് ലാലേട്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അതങ്ങോട്ട് അല്ലേ എന്നാ പറഞ്ഞോ, വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സ്കിപ്പാക്കി കളഞ്ഞ ആ സാധനം അതിലാ നിന്നിട്ട്. അപ്പൊ എന്താ ഷാനവാസ് ഇപ്പൊ തോന്നുന്നത് എന്താ അതിലല്ല പറഞ്ഞതാണ്, അതിന് നൂറിയും പറഞ്ഞിട്ടില്ലെന്ന്. അതെ, അതാണ് തോന്നിയത് ഷാനവാസിന്. അത് അതിനുശേഷം ഈ ഷാനവാസ് നമ്മുടെ അനീഷിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ചും അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ വീക്കെൻഡിൽ ഡിസ്കസ് ചെയ്ത വീഡിയോസിനകത്ത് നമ്മൾ ഈ വീക്ക് മൊത്തം ഡിസ്കസ് ചെയ്ത് അത് വീക്കെൻഡിൽ അവരോട് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ചോദിച്ചു. അതിനകത്തൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജനങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കേൾക്കാത്തത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഷാനവാസും അനീഷും തമ്മിലുള്ള വർത്താനത്തിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ് കേൾക്കാത്തത്. അപ്പൊ ലാലേട്ടൻ ആക്ച്വലി ബിഗ് ബോസിന്റെ ടീമും അതൊന്ന് ഇട്ട് ചോദിക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ അനീഷിന്റെ അടുത്ത് ഷാനവാസ് എന്താ പറയുന്നത്, അനീഷിന്റെ വായെ കൂടി വന്നു കഴിഞ്ഞാൽ ആദ്യം ഓറയ്ക്ക് ഒന്നുകൂടി ട്രിഗർ ആവും. ഇതിനെന്താ വിഷയം എന്നറിയോ? ഷാനവാസിന് ട്രിഗർ ആവാൻ ചാൻസ് കുറവാണ്. ഷാനവാസ് ഇന്നലത്തോടു കൂടി സാൻഡ്വിച്ച് മോഡിൽ ഓൺ ആയതാണല്ലോ. ഏത് ആ സാധനത്തിൽ ഓൺ ആയതുകൊണ്ട് ഷാനവാസിന് പ്രത്യേകിച്ചിട്ട് എന്തില്ല ഇതിനകത്തൊരു ഇനിയൊരു എഫക്ട് വരും തോന്നുന്നില്ല, കാരണം ട്രസ്റ്റ് കൂടി. നേരെ മറിച്ച് ആദിലാനോർക്ക് അങ്ങനെയല്ല, മനസ്സിലായോ? ഇപ്പൊ ഈ നെവിന്റെ കാര്യത്തിൽ ഷാനവാസ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു എന്നുള്ളത് അറിയുമ്പോ ആദിലാനോർ നാളെ ഇരുന്നിട്ട് വീണ്ടും ഇവൻ അമ്മായിയാണ്, മെയിൽ ഷോണിസ്റ്റ് ആണ് എന്നുള്ള ഈ സാധനങ്ങൾ അവരത് ഗെയിം വേറെ രീതിയിൽ സംഗതി കൊണ്ടുപോകും. അത് പ്രൊട്ടക്ടർ എന്ന രീതിയിൽ കാണിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് ഷാനവാസിന്റെ കാര്യത്തിൽ ആദിലിനോർ ഇതും കൂടി കേട്ട സ്ഥിതിക്ക് അവർ വേറൊരു തീരുമാനം വേറൊരു കളിയായിട്ട് പോകും. ഷാനവാസിനെ കളിക്കൊരു മാറ്റം വരുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ പോയി. പിന്നെ അതിൽ നെവിനോട് ചോദിച്ചു, അങ്ങനെ എല്ലാവരോടും ചോദിച്ചിട്ട് ആ സാധനം അങ്ങനെ തീർത്ത് വിട്ടു. പക്ഷെ എന്താ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നെവിൻ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കയ്യടി എന്നൊക്കെ പറഞ്ഞു. അതായത് നെവിന് ആരും അറിയാത്തൊരു കൾട്ട് ഫാൻ ബേസ്. ഇപ്രാവശ്യം സാബുമാൻ അല്ല ഈ ഫാൻ ബേസ്, ഈ ഒരു കൾട്ട് സാധനം കയറിയിട്ടുള്ളത് നെവിനാണ് കേട്ടോ. കഴിഞ്ഞൊരു 1-2 ആഴ്ചയായിട്ട് നെവിൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. 1-2 ആഴ്ച മുന്നേ വരെ നെവിൻ പിക്ചറിലേ ഇല്ല. പക്ഷെ കഴിഞ്ഞ ഈ 2 ആഴ്ചയായിട്ട് നെവിൻ കയറിയ കയറ്റം അതെന്താണെങ്കിലും നെവിന്റെ വോട്ടിങ്ങിൽ അത് കാണുന്നുള്ളത് എനിക്ക്. പ്രസന്റേഷൻ അടിപൊളിയാണ്, തഗ്ഗുകൾ അടിപൊളിയാണ്, കൗണ്ടേഴ്സ് അടിപൊളിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളിൽ ഉണ്ടോന്ന് വെച്ചാൽ ഗ്രൂപ്പുകളിലുണ്ട്, എന്നാ ഇൻഡിവിജ്വൽ ആണോന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആണ്. അതെ, ആ സാധനം ആദ്യമൊക്കെ വെറുപ്പിക്കലാണ്, ഇപ്പോഴും വെറുപ്പിക്കലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കൗണ്ട് കുറഞ്ഞു. കൗണ്ട് കുറഞ്ഞടാ, വെറുപ്പിക്കുന്നതിന്റെ കൗണ്ട് കുറഞ്ഞു. പണ്ടൊരു 100 75 വെറുപ്പിക്കൽ 25 കാര്യമാണെങ്കിൽ ഇപ്പൊ 75 കാര്യം 25 വെറുപ്പിക്കലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ ക്രിക്കറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ എന്താ പറയാ ഫൈനൽ മാച്ചിന്
റൺ അടിക്കുന്ന ചില പ്ലേയേഴ്സ് അങ്ങനെയല്ലോ, മെയിൻ മാച്ചസ് വരുമ്പോൾ റൺ അടിക്കാൻ തുടങ്ങും. അതുപോലെ നെവിൻ ഇങ്ങനെ ഫിനാലേക്ക് അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും സ്കോർ ചെയ്യാൻ തുടങ്ങി നെവിൻ. അത് നെവിന്റെ ഭയങ്കരമായൊരു പൊട്ടൻഷ്യൽ ഉള്ള സാധനം കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായി. പിന്നെയാണ് അനുമോൾ ഫ്രൈ തുടങ്ങിയത്. ആര്യന്റെ കാര്യത്തിലുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുണുമോൾ ഈ ക്യാപ്റ്റൻസിന്റെ വിഷയം വന്ന സമയത്ത് അനുമോൾ സത്യത്തിൽ ലാലേട്ടന് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ സംസാരിക്കുന്നത് നടക്കണ. കാരണം ഒരാളവിടെ ഹോസ്റ്റ് ആയിട്ട് വന്നു നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശനി ഞായർ അതിനായിട്ട് ആ മനുഷ്യൻ ഒരു ദിവസം വരികയാണ് 2 എപ്പിസോഡ് എടുക്കുക. ഈ എൻറ്റയർ സീസണിൽ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ അങ്ങനെ അവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ സോഫയിൽ ഇരുന്ന് വേറെ എന്തൊക്കെയോ കഥ പറയുന്ന പരിപാടി ഇവരെടുക്കാറുണ്ട്. അനുമോൾ ഇന്ന് പെട്ട പെടല്. അനുമോൾക്ക് സ്ട്രെയിറ്റ് അവേ പറഞ്ഞാൽ മതി എന്ത് ആര്യന് ഈ നോമിനേഷൻ ഫ്രീ എന്തത് പോയ റോക്കറ്റോ ഓൻ ISROക്ക് വിടണുണ്ടോ, എങ്ങനെയാണ് വിട്ടാൽ മതി, എങ്ങനെ ചന്ദ്രനിക്ക് അയക്കും. അപ്പൊ പറഞ്ഞു വന്നെന്താ വെച്ചെങ്കിൽ ഈ അനുമുക്ക് നേരം പറഞ്ഞാൽ മതി ആര്യന് നോമിനേഷൻ ഫ്രീ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ക്യാപ്റ്റൻസിക്ക് ഇത്ര മരിച്ചു കെട്ടി പണിയെടുക്കണേ. ആ വീട്ടിലെ എല്ലാരും ക്യാപ്റ്റൻസിക്ക് അതുകൊണ്ടല്ലേ പണിയെടുക്കണേ. ഞാൻ പറയാം, ബിഗ് ബോസിന്റെ എൻറ്റയർ എല്ലാ വർഷത്തെ സീസണും എടുത്തു വെക്കുമ്പോ എനിക്ക് ഒരാളെ മാത്രമേ നോമിനേഷൻ ഫ്രീ ആവാൻ അല്ലാതെ ക്യാപ്റ്റൻസി കയറിയ പോലെ തോന്നിയിട്ടുള്ളൂ. ആരറിയും? അപ്സരയ്ക്ക് നോമിനേഷൻ ഫ്രീ എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ ആവണം, വീട്ടിൽ ക്യാപ്റ്റൻ ആവണം, സൂപ്പർ ആവണം ക്യാപ്റ്റൻ. ഇത് ഞാൻ ഈ എൻറ്റയർ മലയാളത്തിന്റെ ബിഗ് ബോസ് സീസൺ കണ്ടില്ല. ഈ ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ അങ്ങനെ ഒരു ക്യാപ്റ്റൻസിക്കുള്ള ഒരു ത്വര കണ്ടിട്ടുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ക്യാപ്റ്റൻ ആവണോ, എന്തുകൊണ്ടാ അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ കിട്ടണം. ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് ക്യാപ്റ്റൻസിയുടെ. ആൻഡ് ക്യാപ്റ്റൻസിയുടെ ഏറ്റവും വലിയ USP അതല്ലേ. ക്യാപ്റ്റൻസിന്റെ USP എന്താ? ക്യാപ്റ്റൻ ആവുന്ന മനുഷ്യൻ നോമിനേഷൻ ഫ്രീ ആണ്. ഇത് വെറുതെ ഇതെന്താ പറയാ, അനുമോൾ ഇത് പറഞ്ഞാ മതി. ഇത് പറയുന്നതിന് വരെ അവിടെ കിടന്ന് മെഴുകി അബദ്ധം പറ്റി പെട്ടു, പിന്നെ ബ്ലാങ്ക് ആയി, ഫുള്ള് ബ്ലാങ്ക് ആയി, ഒന്നും ആയതല്ല. ആക്ച്വലി അനുമോക്ക് ലാലേട്ടൻ വരുമ്പോ തന്നെ ഇത് ഇന്റെ നെഞ്ചത്തേക്കുള്ള കുഴിബോംബാണല്ലോ വരുന്നത്. ഇത് അനുമോക്കറിയാം, കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ അനുമോക്കൊരു സീനുണ്ട്. അനുമോൾ നീച്ച് നിന്ന് അനുമോക്ക് സപ്പോർട്ട് വേണം. അക്ബർ സംസാരിക്കുമ്പോ, ഷാനവാസ് സംസാരിക്കുമ്പോ, നെവിൻ സംസാരിക്കുമ്പോ, അനീഷ് സംസാരിക്കുമ്പോ, ആദില സംസാരിക്കുമ്പോ, ഇവർക്ക് ആർക്കും എന്ത് വേണ്ട തിരിഞ്ഞു നോക്കി അല്ലേടി അല്ലടാ ഇത് ചോദിക്കില്ല. അനുമോളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുമോൾ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ നീച്ച് നിന്നിട്ട് ആദ്യം പറയുന്നതിന് മുന്നേ തന്നെ അല്ലേ ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുന്നോട് അല്ലേന്ന് ചോദിച്ച് അനുവാദം എടുത്തിട്ടാണ് 37 സംസാരിക്കും. അതൊരു ഭീകര പ്രശ്നമാണ്. അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് കാണും. പിന്നെ ബിഗ് ബോസിന് ഉള്ളൊരു സ്കീം എന്താ വെച്ചെങ്കിൽ ഒരാൾ ഇതേപോലെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളാണ്, ചോദിച്ചാൽ ഇതേപോലെ ഉത്തരം കിട്ടാതെ തട്ടിക്കളിക്കുന്ന ഒരാളാണെങ്കിൽ അവരിട്ട് വരട്ടും. ഇപ്പൊ ലക്ഷ്മിന്റെ കേസിൽ നടന്നില്ല. ലാലേട്ടൻ എന്താ ചെയ്തേ? ഒന്നും കാണാത്ത ലക്ഷ്മി കാണാതെ സംസാരിക്കുന്ന ലക്ഷ്മി എന്നുള്ളത് എടുത്തെടുത്ത്, അതായത് ലക്ഷ്മിനെ പറയാൻ സമ്മതിക്കാതെ ലക്ഷ്മിനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ഇട്ടിട്ട്. കാരണം ലക്ഷ്മിയുടെ ആ സാധനം, അതായത് കോടതി ടാസ്കിലേക്ക് ഇതിനിടയിൽ കോടതി വെച്ച അതിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ലാലേട്ടൻ ആദ്യം മുതലേ ബിൽഡ് ചെയ്തത്. പക്ഷെ ലക്ഷ്മി അങ്ങോട്ട് തിരിച്ച് എന്ത് പറയുണ്ടായിരുന്നു? അപ്പൊ ബാധിക്കുന്നുണ്ട്, പോയിന്റ്സ് ബാധിക്കാനുള്ള ശ്രമം നടത്തി. അതും കംപ്ലീറ്റ് നടത്തുന്ന ശ്രമം വാസ് ദേർ. അനുമോള് അതുപോലും ഇല്ല. ലാലേട്ടൻ വരുമ്പോ തന്നെ സാറ്റർഡേ സൺഡേ മറ്റേ മൂട ചത്ത പോലെ ഞാൻ ചത്ത പോലെ ORM ഞാൻ ചത്ത പോലെ കണക്കാ. ORM രക്ഷിച്ചോളൂ. ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ലാലേട്ടന്റെ എപ്പിസോഡിൽ നീ മിണ്ടരുത്, വായ തുറക്കരുത്. അതെ, അങ്ങനത്തെ ഒരു സ്കീമുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് തോന്നിയത്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, നൂറ ഹാവ് ടേക്കൺ എ പ്രോപ്പർ സ്റ്റാൻഡ്. ആദിലേനെ കൃത്യമായിട്ട് നൂറ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കക്കുന്ന കാര്യം പറഞ്ഞത്, പാവടിച്ചു മാറ്റിയ കാര്യം പറഞ്ഞത്, അങ്ങനെ ഓരോ കാര്യവും പിച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് ആദില അവിടെ നൂറ അവിടെ ആദിലക്കെതിരെ പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് അതിലേക്ക് ഒരു സീൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും ആ ഗെയിം മൂഡിൽ ഈ സാധനം അവരെടുക്കുന്നുണ്ട്, വിഷയമല്ല തോന്നുന്നു. അതൊരു അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. ഏത് ഷോനവാസിനല്ലേ? അയ്യോ, ഇന്നലെ കമന്റ്സിൽ ഫുള്ള് നമ്മൾ ഷോനവാസിനെ കുറ്റം പറഞ്ഞു എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മഞ്ചേരിയിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്, ഷോനവാസിനെ നല്ലത് പറയാൻ. അതിനുശേഷം പിന്നെ അക്ബറിന്റെ കുറെ കൗണ്ടറുകൾ കിട്ടും. കാരണം ഇന്ന് അക്ബറിന് ഒരുപാട് ഓപ്ഷൻസ് കിട്ടി. കാരണം അക്ബറിനെ റിവോൾവ് ചെയ്ത് നടന്ന
കുറെ ഇൻസിഡൻസിന്റെ മുകളിലുള്ള സംസാരം ആയതുകൊണ്ട് തന്നെ അക്ബറിന് ആ സംഗതി നടക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, അക്ബറും ആര്യനും തമ്മിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ? ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതുണ്ട് ആ സംഭവം, ഒരു ബോണ്ട് ഉണ്ട് ഉള്ളില്. അതുകൊണ്ട് പാവെടുത്തോന്ന് വെച്ചിട്ടുള്ള കോടതി പരിപാടി തുടങ്ങി. അത് ഫുൾ കയ്യടി കൊണ്ടുപോയത് നെവിനാണ്. ടാസ്ക് അറിയാം. അത് ഒരു ലാലേട്ടന്റെ മുന്നിലാണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിലാണ് ഒരു കോർട്ട് റൂം ടാസ്ക് ആണത്. ആ ടാസ്ക് അങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ അന്നത്തെ സൂപ്പർമാൻ സിനിമയിലെ ഡയലോഗ് പോലെ തോന്നിയത്, മറ്റേ ജഗദീഷിന് വെള്ളം കുടിപ്പിക്കില്ല, അതേപോലെ തിരിച്ച് ലക്ഷ്മിനെ നല്ല വെള്ളം കുടിപ്പിച്ചു. അത് വലിയൊരു സെന്റൻസ് പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് പിന്നൊന്നും പറയാൻ കിട്ടിയില്ല. അതില് പറഞ്ഞു എനിക്ക് അതാ ഞാൻ ചോദിച്ചത്, അതില് 2 എടുത്തിട്ടുള്ളത് ഫുൾ എടുത്തോ? ഫുൾ എടുത്തു. അതില് പിന്നെ ലാസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ ഫുൾ എടുത്തിട്ട് ഞാൻ എനിക്ക് സ്വന്തം ഫുൾ എടുത്താണ് വെച്ചതെന്നാണ് പറഞ്ഞത്. അതിന്റെ ഉള്ളിലൊക്കെ പിന്നെ ഇതുപോലെ നെവിൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസിന് മുൻപാകെ സത്യം മാത്രമേ അറിയുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. അതാ പറഞ്ഞു, നെവിൻ അങ്ങനത്തെ കുറെ പോയിന്റ്സ് ഒരുപാട് സാധനങ്ങൾ നെവിന് കിട്ടി. പിന്നെ കട്ടെടുത്തതിന് മറ്റേ അനുമോളുടെ മറ്റേ പലാസോ പാന്റ് എടുത്തതിനെ കുറിച്ചും അതൊക്കെ ഞാൻ പറയാത്തത്. നമ്മളത് ഓൾറെഡി നമ്മളെ വീക്ക് എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചാണ്. കാരണം അനുമോൾ ഓൾറെഡി ക്രൈ കാർഡ്, പ്രാവശ്യം ജെൻഡർ കാർഡ്, മ്യൂട്ട് കാർഡ്, നന്മക്കാർഡ്, ഇനി ഒരു കാർഡ് എടുക്കാല്ല. ഇനി ആകെ എടുക്കുള്ളത് പൊന്തക്കാടും കുറ്റിക്കാടും അങ്ങനത്തെ കാർഡുകൾ മാത്രമേ ഇനി എടുക്കാം. ബാക്കി എല്ലാ കാർഡും 30 പേര് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്ത് പറയാം. ഇന്നിപ്പോ തലയിൽ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ടാസ്കില് എത്ര എണ്ണം കിട്ടി? സ്ഥലമല്ല അതിന്റെ ഉള്ളിൽ എല്ലാം. അനീഷിനും അനുമോക്കും ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മ, രണ്ടും ഒരു കോയിന്റെ 2 വശാണ് അനുമോളും അനീഷും. അനുമോൾ അത് ഇന്നിപ്പോ വീട്ടിൽ എല്ലാവർക്കും മനസ്സിലായി. സാബുമാൻ അത് പറയും ചെയ്തു. ഒരു കോയിന്റെ 2 വശാണ് ഇവർ രണ്ടുപേരും. ഒരാള് കുറച്ചൊരു മെച്ചുവർ ഫേസിലുള്ള ഒരാളാണ്, മറ്റേ ആള് വളരെ ഇമ്മച്ചുവർ ഫേസിൽ നിൽക്കുന്ന ഒരാളാണ്. അനുമോൾ ഈസ് വെരി ഇമ്മച്ചുവർ, മറ്റേ ആള് ഭയങ്കര മെച്ചുവർ. പക്ഷെ മെച്ചുവർ ഇറിറ്റേഷനും ഇമ്മച്ചുവർ ഇറിറ്റേഷനും ഇത് രണ്ടും ആ വീട്ടിൽ അവർ സഹിക്കുന്നുണ്ട്. ഇന്ന് ആദിലേന്റെ തലയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു സാധനം പറഞ്ഞത് കേട്ടോ, അത് വാശിയാ. കരച്ചിൽ കാർഡ് എന്ന് പറഞ്ഞ സാധനം വന്നപ്പോ അത് ഷാനവാസിന് കൊടുത്തത് ഓക്കെ സമ്മതിച്ചു. ഷാനവാസ് അങ്ങനത്തെ കരച്ചിലായിട്ട് എടുക്കുന്ന ഒരാളാണ്. ഈ കരച്ചിൽ കാർഡ് അടുത്തത് ആദിലേന്റെ തലയിൽ വെക്കുമ്പോ പറയുന്നത് സ്വന്തം അനുമോളത് സ്വന്തം ഒട്ടിച്ചിട്ടാ പറയുന്നുണ്ടെങ്കിൽ അനുമോക്കൊന്നും വില ഉണ്ടായിരുന്നു അല്ലേ? സ്വന്തം ഒട്ടിച്ചിട്ട് പറയാൻ ഒരു വില മരിച്ചാലും ഞാൻ ഒട്ടിക്കുന്നത്. ഞാൻ എന്നെ ട്രോളില്ലടാ. മറ്റൊരു നേരം മറിച്ച എന്നെ ട്രോൾ തെണ്ടീന്റെ ആവശ്യമില്ല പറയുമ്പോ നെവിൻ സ്വന്തമായി ഒട്ടിച്ചിട്ട് പറയും ഇന്ന ട്രോൾ തെണ്ടീന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ട്രോൾ എന്ന് പറഞ്ഞാൽ നെവിൻ ഒട്ടിക്കും. അനുമോള് ചെയ്യില്ല. അനുമോളുടെ ഇമ്മച്ചുവർ ഫേസ് അവിടെയാണ് എക്സ്പോസ്ഡ്. ഇന്ന് അവിടെ കിടക്കട്ടെ, നേരെ പോയി തലയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ സാധനം അടിച്ചു വിട്ടിട്ട്. പിന്നെ മറ്റേ ബോളറിന്റെ ടാസ്കിൽ സാരി എടുത്തതിനെ കുറിച്ച് അനുമോള് ഓൾറെഡി റോസ്റ്റ് ചെയ്തു ബിഗ് ബോസ്. ഇനി നമ്മൾ വറക്കണ്ട വെച്ചിട്ടാണ്. കാരണം ചുവന്ന ബോള് വരുന്നോണ്ട് ബസ്സിന്റെ ഇഷ്യൂ ലൈറ്റ് ആയിട്ട് ഏറ്റവും ലൈറ്റ് ആയിട്ടാണ് ആ പറഞ്ഞിട്ടുള്ളത്. അല്ല ചുവന്ന ബോള് വരുന്നോണ്ട് ഞാൻ ചുവന്ന സാരി എടുത്തു ലാലേട്ട അത് പറയുമ്പോ അല്ല ഇത് ഞാൻ പറയാ ഒരു ചാണക പച്ചയാണെന്നുണ്ടെങ്കിൽ ആ കളർ സാരി എടുത്തു. ഇല്ലായിരുന്നെങ്കിലോ കയ്യില് ഇതൊന്നും അല്ല. ആ ബായിന്ന് വന്നു പോയി കുറച്ചുണ്ട്. ബോള് കളക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് സാരിയിൽ എടുത്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് സാരി എടുത്തത്. അതിൽ അക്ബറിന്റെ കൗണ്ടറാ രസം. സാരി ഉള്ളെടുത്ത് അതിലൊന്നല്ല, സാരി നാളെ വലിച്ചു കേസ് കൊണ്ടുവരാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. ശരിക്കും ചിലപ്പോ അതന്നെ സാരി പോണതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റായത്. അത് ഇവര് ആരും ചോട്ടി പിടിച്ചോണ്ടാണ് സാരി പറയും. അതിപ്പോ ആരിനെ പറഞ്ഞ കേട്ടില്ലേ, ബോളുമില്ല ഒന്നുമില്ല, ആകാശിക്ക് നോക്കിക്കുമ്പോ ഒന്ന് തട്ടിട്ട് പോയി ഒറ്റ ഒന്നത് ഞാൻ ബോള് പോലും വന്നിട്ടില്ല. അതിന്റെ തള്ളിട്ട് പോയി. അല്ല അതിന്റെ ഇടയ്ക്ക് തിരിച്ച് ആരിന്റെ ഒന്നിട്ടു. അപ്പൊ ഗെയിമിന്റെ തള്ളലൊക്കെ ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞില്ലേ നീ അല്ല എന്തൊരു തള്ളല്ലാതെ അനുമോളോട്. അനുമോളെ ഫ്രൈ, അതായത് അനുമോൾ കുക്കിട് നിർണ ശരിക്കും. അനുമോളെ ലാലേട്ടൻ ബാക്കി കണ്ടസ്റ്റൻസും വെരട്ടി അടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, തൂക്കി അടിയാണ് ഉണ്ടായിട്ടുള്ളത്. അനീഷ് പിന്നെ അതിനിടെ കൂടി കഴിച്ചിലായതാണ്. അനുമോൾ ഉള്ളതുകൊണ്ട് കഴിച്ചിലായതാണ് അനീഷ്. അങ്ങനെ പിന്നെ തലയിൽ കാടൊട്ടിക്കുന്ന പരിപാടി ഇന്ന് ഏകദേശം ഏറെക്കുറെ എല്ലാരും ഈ 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. ഇവര് പരസ്പരം നല്ല രീതിയിൽ ഒരാളെ എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ആരും അങ്ങനെ ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ട് ഒട്ടിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. അനുമോള് മാത്രമാണ് ആദിലേന്റെ തലയിൽ കൊണ്ടുപോയി ഒട്ടിച്ച സാധനം സ്വന്തം തലയിൽ ഒട്ടിക്കാതിരുന്നത്. അത്ര മാത്രമേ എനിക്ക് അതിനകത്ത് തോന്നിയുള്ളൂ.
ഷാനവാസിനൊന്നും കിട്ടിയില്ല അല്ലേ? എനിക്ക് കിട്ടിയില്ല. ലക്ഷ്മിക്ക് കിട്ടിയില്ല. ഷാനവാസിന് കിട്ടിയില്ല, ലക്ഷ്മിക്ക് കിട്ടിയില്ല. ലക്ഷ്മിക്ക് കിട്ടിയില്ല. അക്ബറിന് കിട്ടിയോ? അക്ബറിന് കിട്ടിയിട്ടുണ്ടോ? അക്ബറിന് കിട്ടിയോ? ലക്ഷ്മിക്ക് കിട്ടിയില്ല, ലക്ഷ്മിക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ സുപ്രഭാതം. ഈ സുപ്രഭാതത്തിന്റെ കേസ് പ്രഭു വന്നപ്പോ തന്നെ ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. സ്നേഹന്റെ ഫോണിലില്ല സാധനം ഉണ്ട്. സ്നേഹന്റെ ഫോണിൽ ഞാനത് സാധനം വെച്ചിട്ടുണ്ട്. ഈ സുപ്രഭാതത്തിന്റെ ഐറ്റം എന്താ വെച്ചെങ്കിൽ ഞാൻ ഇരുന്ന് തപ്പിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ആദ്യത്തെ ഡേ 1, ഡേ 2, ഡേ 3 എന്തില്ല, ഇയാള് സുപ്രഭാതം പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ ഡേ 2 അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അടുക്കളയിൽ നിന്ന്. ഈ മലയാളം പറയുന്ന ഈ അതായത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നില്ല അനീഷിനുള്ള ചോദ്യമായിട്ട് ബിന്നിയും നമ്മളുടെ അനുമോളും കൂടി അനീഷിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഓടി ഒളിക്കുകയാണോ എന്താ, മനുഷ്യ ബേസിക് റെസ്പെക്ട് ചെയ്യേണ്ട ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പറയണ്ടേ. അപ്പൊ അതിന് സുപ്രഭാതം എന്നുള്ള സാധനം വന്ന സമയത്ത് അന്ന് അവിടെ അപ്പാനി കയറി നല്ല സ്കോർ ചെയ്ത് 2 ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അക്ബർ ഇയാളെ ഫിസിക്കലി ഒന്ന് ഉന്തി വിട്ടിട്ട് ഇവിടെ എല്ലാരും മലയാളം പറയാം. അതാണ് അക്ബറിന് ഇത് അത്ര ഓർമ്മ. കാരണം ഡേ 2 അക്ബർ ആ ഇഷ്യൂവിനകത്ത് അക്ബർ ഉണ്ട്. അപ്പൊ അക്ബർ അത്രയും അഗ്രസീവ് ആയതുകൊണ്ടാണ് ആ ഒരു സാധനം ഓർമ്മ നിൽക്കണേ തോന്നുന്നു എനിക്ക്. കാരണം അന്നാണ് ഇയാളുടെ ഈ സുപ്രഭാതം പറഞ്ഞുള്ള ഇഷ്യൂ ഉണ്ടായത്. ഈവൻ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ബിഗ് ബോസിന്റെ പല മോർണിംഗുകളും ഞാൻ എടുത്തു നോക്കി. ആ പല മോർണിംഗുകളിലും എന്തില്ല, ഇയാളുടെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ഇല്ല. പിന്നെ എവിടെയോ ഒരു മൈൽഡ് ആയിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചത് എപ്പിസോഡ് നമ്പർ 5, ഡേ 5 എപ്പിസോഡ് നമ്പർ 6 ആവുമല്ലോ. അപ്പൊ എപ്പിസോഡ് നമ്പർ 6 എങ്ങാണ്ട് എവിടെ സൂപ്രാന്ന് പറഞ്ഞ കേട്ടു. പക്ഷെ അതിനുശേഷം ബിഗ് ബോസും കാണിച്ചിട്ടില്ല. അതാണ് ബിഗ് ബോസ് കാണിച്ചില്ല. ബിഗ് ബോസ് പിന്നെ അത് കാണിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് നമ്പർ 13 13 മുതൽ അങ്ങോട്ട് പിന്നെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്നുള്ളത് നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബിഗ് ബോസ് കേൾപ്പിച്ചു തരുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ അനീഷ് ഇങ്ങനെ മലയാളം പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ എല്ലാ വാക്കും മലയാളം പറയണ്ടേ, ഒരു ഇംഗ്ലീഷ് വാക്കും പറയാൻ പാടില്ലല്ലോ? എടി അനീഷിന്റെ സ്കീം എന്താ അറിയാം, സാധാരണക്കാരിൽ സാധാരണക്കാരൻ കാർഡ് കോമൺ കാർഡ് അത് ഇട്ടോട്ടെ. അയാൾ അങ്ങനെ വന്ന ഒരാളാ, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഇന്ന് പറഞ്ഞത് ഞാൻ വരും തലമുറയ്ക്ക് വേണ്ടി ഇവിടെ എന്താ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷ് PR പിന്നെന്താവും അറിയോ, നമ്മള് അനീഷിനെ പറഞ്ഞുള്ള വിക്ടിം കാർഡ് അവർ അകത്തുമായുള്ള വിക്ടിം കാർഡ്, പുറത്ത് ഈ PR വിക്ടിം കാർഡ്. അതാണ് സഹിക്കാൻ വയ്യാത്തത്. കരച്ചിലാണ്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ദുരന്ത കരച്ചില്. തിരിച്ചങ്ങോട്ട് 4 ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനില്ല. അതുപോലെ ഇന്നിപ്പോ ലാലേട്ടന്റെ മുന്നിൽ തന്നെ വന്നിരുന്ന അയാൾ സമ്മതിച്ചു എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാറ്റി എനിക്ക് ഓർമ്മയില്ലാത്തതാണ് ലാലേട്ട ചിലപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതാദ്യമേ സമ്മതിച്ചാൽ മതി. ലാലേട്ടന്റെ മുന്നിൽ വരുമ്പോ അനീഷ് പൂച്ചക്കുട്ടിയാ, എല്ലാം സമ്മതിച്ചു കൊടുക്കും. അക്ബർ ആദ്യ വീടിനകത്ത് കസ്റ്റമർ അല്ലാതെ മറ്റേ പരിപാടിയില്ലല്ലേ, മറ്റേ വരുമല്ലോ ഞങ്ങൾ തെളിവ് കാണിച്ചോ ചോദിക്കും. വരുമ്പോഴും അനീഷ് അവിടെ കിടന്ന് ആ ഒരു സുപ്രഭാതത്തിന്റെ ഐറ്റം അതൊക്കെ പൊളിയാണ്. അതായത് ഇങ്ങേര് ആദ്യം പ്രിപ്പയർ ചെയ്ത് വന്ന കാർഡ്, പ്രിപ്പയർഡ് കാർഡാണ് ഈ സംഗതി. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അക്ബർ പറഞ്ഞല്ലോ ട്രെയിൻഡ് ആയിട്ട് ആണ് ആ സുപ്രഭാതം. അതൊരു അതെന്താ ഇനിയിപ്പോ ട്രെയിനിലാണെങ്കിലും അയാളെ കഴിവാണ്. ഞാൻ അത് സമ്മതിച്ചു, അത് അനീഷിന്റെ കഴിവാണ്. കാരണം അനീഷ് ഈ 2 വർഷം കൊണ്ട് എടുത്ത അനീഷിന്റെ പാറ്റേൺ ഉണ്ടല്ലോ, അൺമാച്ചബിൾ ആണ്. മലയാളം ബിഗ് ബോസിൽ ഇന്നേ വരെ ആരും പരീക്ഷിക്കാത്ത അല്ലെങ്കിൽ ആരും കൊണ്ടുവരാത്ത ഒരു പാറ്റേൺ എടുത്ത് വെച്ച് കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ട് കേറി അതിന്ന് ഒരു ടോപ്പ് 5 എത്തിയാൽ കപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ സമ്മതിച്ചു, രക്ഷിതാളെ കഴിവാണ്. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോ അത് ഞാൻ ഒരിക്കലും അനീഷിന്റെ പോക്കിലൊരു ലൈക്ക് ജിൻഡോ അടിച്ചപ്പോ PR നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അനുമോൾ അടിച്ച ഓബിയസ്ലി നമ്മൾ PR എന്ന് പറയും. പക്ഷെ അനീഷ് കപ്പടിച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി PR ഞാൻ പറയില്ല, ഞാൻ പറയില്ല. കാരണം ഒരു 100% ആളാണ് 10% മാത്രം PR കൊടുക്കും. 90% അനീഷിന്റെ ആ ഒരു പാറ്റേൺ പിടിച്ചതും ആ ക്യാരക്ടർ പിടിച്ചതും ഇത്രയും ദിവസം 75 ദിവസം അതേ ക്യാരക്ടർ കൊണ്ട് ഒരു മാറ്റം ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഇതിൽ ഞാൻ ആരൊക്കെ കപ്പടിച്ച PR എന്ന് പറയില്ല അറിയോ? നെവിൻ കപ്പടിച്ച നമുക്ക് PR ആണെന്ന് പറയാൻ പറ്റില്ല. കണ്ടന്റ് ഉണ്ട്. ആര്യൻ ഇതൊക്കെ PR ഉള്ള ആളുകളാ, പക്ഷെ ഞാൻ പറയില്ല അത് കംപ്ലീറ്റ്ലി PR. ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. നെവിൻ കപ്പടിച്ച നമുക്ക് കംപ്ലീറ്റ്ലി PR എന്ന് പറയാൻ പറ്റില്ല. അക്ബർ കപ്പടിച്ചാൽ കംപ്ലീറ്റ്ലി PR എന്ന് പറയാൻ പറ്റില്ല. അനീഷ് കപ്പടിച്ചാൽ കംപ്ലീറ്റ്ലി PR എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആര്യൻ ഇവരൊക്കെ കപ്പടിച്ച് ഞാൻ കംപ്ലീറ്റ് PR എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഷാനവാസ്
കപ്പടിച്ചാൽ കംപ്ലീറ്റ്ലി PR എന്ന് പറയാൻ പറ്റില്ല. നൂറയ്ക്ക് പിന്നെ കപ്പടിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലക്ഷ്മി ഓബിയസ്ലി ഒരു കപ്പടിക്കാനുള്ള ഒരു ഇതില്ല, പൊട്ടൻഷ്യൽ ഇല്ല. സാബുമാൻ ഇല്ല. അനുമോള് അനുമോള് കപ്പടിച്ച അപ്പൊ നമ്മൾ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യാറിയും. അനുമോള് കപ്പടിച്ചു കഴിഞ്ഞാ ഈ ORM-ഉം PR-ഉം ഒരു സാധനം ചെയ്യാതെ ഇത് മാത്രം ഈ കാർഡുകൾ ഇറക്കിയിട്ട് എങ്ങനെ കപ്പടിക്കാൻ എനിക്ക് കപ്പടിച്ചാൽ അത് കംപ്ലീറ്റ് PR ഫേസിലേക്ക് ആ സാധനം പോകാൻ പോകുന്നുള്ളൂ. അനുമോളുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ 2 ടാസ്കാണ് അനുമോൾ എന്ത് ചെയ്തത്, പെർഫോം ചെയ്തത്. പക്ഷെ ആ പെർഫോം ചെയ്യുമ്പോ തന്നെ വേറെയുള്ള കണ്ടസ്റ്റൻസിനെ ഒരുമാതിരി മറ്റോടത്തേക്ക് ആക്കിയിട്ടാണ് ആ സാധനം അടിച്ചിട്ടുള്ളത്. ഓക്കെ, ബട്ട് സ്റ്റിൽ പെർഫോം ചെയ്ത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അനീഷിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ അതിനകത്തുണ്ട്. ചില സമയത്ത് ഷാനുഖ് ഖാനെ പോലെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് പിന്നെ പൊട്ടിപ്പോയി അടുത്ത ക്യാരക്ടറിലേക്ക് പോണില്ല. ഒരു ക്യാരക്ടർ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. 5 കൊല്ലത്തിന് 2 കൊല്ലം 5 കഴിഞ്ഞു 5 കൊല്ലം ലീവ് എടുത്ത് 2 കൊല്ലം കഴിഞ്ഞു. അപ്പൊ പിന്നെ അനുമോളോ ഇതിനും ഈ 2 കൊല്ലം ലീവ് എടുത്ത് മാത്രമല്ല കേട്ടോ. അനീഷ് ഇതിനു മുമ്പ് ബിഗ് ബോസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോമണറിൽ അപ്ലൈ ചെയ്തത് വേറെ, അതല്ലാതെ എനിക്ക് തോന്നുന്നത് ആസ് എ റൈറ്റർ എല്ലാരും എത്തി. അനീഷിനെ മാത്രമല്ല കേട്ടോ, ഇതിൽ എല്ലാരും എത്തി. ഇതിലുള്ള ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടോ അല്ലെങ്കിൽ 1-2 വട്ടമൊക്കെ ഇന്റർവ്യൂ കൊടുത്ത് അതിന്ന് ഒരു ഇന്റർവ്യൂ പല ഫേസുകൾ കഴിഞ്ഞ്, ഇപ്പൊ ആദ്യത്തെ ആളാണെങ്കിൽ തന്നെ പല ഫേസുകളൊക്കെ കഴിഞ്ഞ് ആ സർവൈവൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതൊക്കെ കഴിഞ്ഞ് എത്തിയാണ്. അപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് ഡിസേർവിംഗ് ആണ്. പിന്നെ അവരെങ്ങനെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. കാര്യമായിട്ടല്ലേ, വേറെ ഒന്നും പറയാനില്ല. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ ആ കാർഡ് കാണാല്ല, പണിന്റെ കാർഡ് ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഷാനവാസിന്റെ പണ്ട് ഇങ്ങനെ ഒരു 7ന്റെ പണി കൊടുത്തോളാന്ന് പറഞ്ഞു പോയതാണ്, പിന്നെ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ ആവും കാർഡ് കൊടുത്തോളാം അല്ലെങ്കിൽ കിട്ടിക്കോളാന്ന് പറഞ്ഞു പോയത്. നാളത്തെ എപ്പിസോഡിൽ ഈ പരിപാടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് വലിയ കൊടുത്തൊന്നുമില്ല. ഇന്നെന്തായാലും എവിക്ഷനോ പരിപാടിയോ നടന്നിട്ടില്ല. ലെറ്റ്സ് സീ അല്ലേ, നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ടോ അറിയില്ല. മിക്കവാറും എവിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊമോ വരാനാണ് സാധ്യത. വീഡിയോ എടുക്കുന്നത് വരെ നമ്മൾ പ്രൊമോ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, ബൈ.